ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രതിരോധ സെക്രട്ടറിക്കെതിരെ ആംഡ് ഫോഴ്സസ് ട്രിബ്യൂണൽ കോടതി അലക്ഷ്യ നോട്ടീസ് അയച്ചിരിക്കുന്നു. നമുക്കെല്ലാം അറിയാവുന്നതാണ്, വിമുക്ത ഭടന്മാരെയും ആശ്രിതരെയും സംബന്ധിക്കുന്ന പല കേസുകളിലും നമുക്ക് അനുകൂലമായ വിധി ലഭിച്ചിട്ടും മിനിസ്ട്രി ഓഫ് ഡിഫൻസ് വിധി നടപ്പിലാക്കിയിട്ടില്ല. ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ. ആംഡ് ഫോഴ്സസ് ട്രിബ്യൂണലിന് മുമ്പാകെയുള്ള കേസുകൾ ഉദ്യോഗസ്ഥർ കൈകാര്യം ചെയ്യുന്ന രീതിയെക്കുറിച്ച് പ്രതിരോധ സെക്രട്ടറിയെയും കരസേനാ മേധാവിയെയും ബോധവൽക്കരിക്കാനും പ്രിൻസിപ്പൽ ബെഞ്ച് ശ്രമിച്ചു. ഏകദേശം 25,000-ലധികം കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ടെന്ന് നിരീക്ഷിച്ച ആംഡ് ഫോഴ്സസ് ട്രിബ്യൂണൽ ജുഡീഷ്യൽ ഉത്തരവുകൾ പാലിക്കാത്തതിനും നടപ്പിലാക്കാത്തതിനും പ്രതിരോധ സെക്രട്ടറിയും സൈനിക ആസ്ഥാനത്തും ഡിഫൻസ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലെയും മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർക്കും കോടതി അലക്ഷ്യ നോട്ടീസ് അയച്ചിരിക്കുന്നു. AFTയുടെ പ്രിൻസിപ്പൽ ബെഞ്ച് ഈ മാസം ആദ്യം പുറപ്പെടുവിച്ച ഉത്തരവിൽ ട്രിബ്യൂണലിന് മുമ്പാകെയുള്ള കേസുകൾ ഉദ്യോഗസ്ഥർ കൈകാര്യം ചെയ്യുന്ന രീതിയെക്കുറിച്ചും സൂചിപ്പിച്ചു. അനുകൂലമായ ഉത്തരവ് AFTയിൽ നിന്നും ലഭിച്ചിട്ടും അത് ഡിഫൻസ് മിനിസ്ട്രി നടപ്പാക്കാത്തതിനെ ചോദ്യം ചെയ്ത് ഒരു വിമുക്ത ഭടൻ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഈ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി ഇത്തരം വിധികളിൽ AFT നിയമപ്രകാരം നടപടികളുമായി മുന്നോട്ട് പോകണമെന്ന് ഉത്തരവ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. ജസ്റ്റിസ് രാജേന്ദ്ര മേനോനും ലഫ്റ്റനന്റ് ജനറൽ CP മൽഹോത്രയും അടങ്ങിയ ബെഞ്ചാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അനുകൂല വിധി വന്നിട്ടും നടപ്പാക്കപ്പെടാത്ത വിധികളിൽ ഉടൻ തന്നെ ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നു. ഇത് തുടർന്നുള്ള കേസുകളിലും നമുക്ക് സഹായകരമാകുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.